കർത്താവിന്റെ ദാസനെ വിശുദ്ധനാമന്തോണീസേ, മുട്ടിപ്പായി അങ്ങേ മുൻപിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിന്റെ ദാസനെ വിശുദ്ധനാമന്തോണീസേ, മുട്ടിപ്പായി അങ്ങേ മുൻപിൽ പ്രാർത്ഥിക്കൂ. ഇസ്ലാമിന്റെ വർഷത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും മക്കളെല്ലാവർക്കും സ്നേഹത്തോടെ നേരിടുന്നു. ഇതായ വിഷയങ്ങളെ കുറിച്ച് അപ്പൻ ചിന്തകളിലൂടെ കടന്നു പോകാം. കൗൺസിലിങ്ങിന്റെ വേദിയിൽ അപ്പന്മാര് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണ കരയാത്ത മനുഷ്യരുടെ പേരാണ് അപ്പന്മാര്. സാധാരണ സ്നേഹിക്കാത്ത മനുഷ്യന്മാരുടെ പേരാണ് അപ്പന്മാര്. അമ്മയുടെ സ്നേഹം ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പൻ്റെ സ്നേഹമില്ലാത്ത മനുഷ്യന്മാരാണ് ഈ അപ്പന്മാര്. കരയാനറിയാത്ത മനുഷ്യന്മാരുടെ പേരാണ്, കരളില്ലാത്ത മനുഷ്യന്മാരുടെ പേരാണ് അപ്പന്മാര്. പക്ഷേ അവർ കരയും, അവർ സ്നേഹിക്കും, അവർ കരയും ഒറ്റയ്ക്ക്. അവരുടെ കണ്ണീര് ആരും കാണാൻ പാടില്ല, അവരുടെ നിലവിളി ആരും കേൾക്കാൻ പാടില്ല. അവര് സ്നേഹിക്കും. ഉള്ളിൽ ഒളിച്ചു വെച്ച് ഒരു തുള്ളി പോലും വെളിയിലൊന്നും വരരുത് എന്ന് കർശനമായിട്ട് ചിന്തിച്ച് അവർ സ്നേഹിക്കും. മനസ്സിലേക്ക് പറ്റുന്ന സംഭവം ഏതാനും നാളുകൾക്ക് മുമ്പ് കൗൺസിലിങ്ങിന് വേണ്ടി വന്ന ഒരു കുടുംബനാഥൻ നാട്ടിലെ ഒരു സ്ഥലത്തുനിന്ന് അല്പം ദൂരെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. ഒറ്റ മോനെ ഉള്ളൂ. അവന് വിദേശത്തൊക്കെ വിട്ട് പഠിപ്പിച്ചു, കല്യാണം കഴിപ്പിച്ചു. അവൻ ആ പെണ്ണിന്റെ പറയാൻ പോയി. അപ്പൻ കഷ്ടപ്പെട്ട് ഒരുപാട് ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ. ഇവൻ പോയി വാടകയ്ക്ക് താമസിക്കുക, ഏതോ ഒരു സിറ്റിയിൽ ഫ്ലാറ്റിൽ പോയി താമസിക്കുക. അപ്പൻ്റെയും അമ്മയുടെയും ചങ്കുപതിയില്ല. ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ ജീവിച്ചത്? ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ കഷ്ടപ്പെടുന്നത്? ഇതിനു വേണ്ടിയാണോ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്? ഇടയ്ക്ക് ഭാര്യ വീട്ടിലേക്ക് പോകും, ഇവന്റെ വീടിന് മുമ്പിക്കൂടെ തിരിഞ്ഞു നോക്കില്ല. കാരണം ഇവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ഇവന്റെ അപ്പനാണ്. അമ്മയോട് അപ്പനും അമ്മയും ഇവന്റെ ശത്രുക്കൾ. അതുപോലെ ഏതാനും നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്നൊരു മനുഷ്യൻ അല്പം മാനസിക രോഗത്തോടുകൂടി വന്നിരിക്കുകയാണ്. കൊണ്ടുവന്ന് ഭാര്യ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തുപറ്റി? പഠിക്കാൻ പറ്റാൻ വച്ച് അവനെന്തോ മയക്കുമരുന്ന് കേസിൽപ്പെട്ട് ജയിലിൽ നമുക്കറിയാം. എല്ലാം വിറ്റു പെറുക്കി കൊടുക്കേണ്ടടുത്ത് കൊടുത്ത് ഒരു തലത്തിൽ ഇവനെ ജാമ്യത്തിലാക്കിയിട്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന ഭാഗായപ്പന് ഈ എല്ലാം ഉള്ളിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കണം. ഒന്നും ഒരു കഥ ഞാൻ വെറുതെ കൂട്ടിപ്പറയുന്നല്ല. എന്റെ മുമ്പിൽ വന്ന് കുറച്ച് മനുഷ്യൻ, ഇനി ജോസഫിനും കൂടെ അറിയാവുന്ന അപ്പൻ്റെ കൂടി ഞാൻ പറയാം. മകളാരുടെയോ കൂടെ പോയെന്ന് പറഞ്ഞ് സ്റ്റോവ് വന്ന് നടന്നു വീണ ഒരു പാവപ്പൻ. ദൈവമക്കളെ, അപ്പന്റെ തിരുനാള്, അപ്പന്റെ വർഷം, യോസഫിനാന്റെ വർഷം ആഘോഷിക്കപ്പെടും. ഇതുപോലെ കുറച്ചധികം അപ്പന്മാരെ അനുസ്മരിക്കാതെ നമ്മളെങ്ങനെ വചനമിരുന്ന് ധ്യാനിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ഈ മണ്ണിൽ കുറച്ചധികം അപ്പന്മാര്, അമ്മമാര് നോക്കുന്നതിനേക്കാൾ നമ്മുടെ തലമുക്കി പിടിച്ച അപ്പന്മാര് നോക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലർ എത്തിവലിക്ക് നോക്കുന്നത് പോലൊക്കെ എനിക്ക് തോന്നുന്നു. അതേപോലെ നിന്നെ ദൈവം മനസ്സിലാക്കുന്നുണ്ട്. നിന്റെ ഭാര്യയ്ക്കോ നിന്റെ മക്കൾക്കോ നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും നിന്റെ ദൈവത്തിന് നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. ദൈവമക്കളെ, യോസേഫിന്റെ തിരുനാളും വർഷവും ആഘോഷിക്കുമ്പോ പ്രിയമ്മമാരെ, the good news is that your heavenly father understands you. സ്വർഗീയ പിതാവ് ഈ ഭൂമിയിലെ ഒരു ചെറിയ അപ്പനായ നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. അത് മതി. നമ്മൾ ബൈബിളിലേക്ക് കടന്നില്ല. ഒരപ്പനെ കാണുക ആദ്യത്തെ വായനയിൽ. നമ്മൾ എത്ര ദൈവത്തിന്റെ പ്രവർത്തി കണ്ടോ? കഴിഞ്ഞ ആഴ്ച വരണം വിചാരിച്ച കഴിഞ്ഞ ആഴ്ച കൊണ്ടേക്ക് സ്വരമില്ല. ഇന്നാ വന്നത് അപ്പന്റെ കഥ പറയുന്ന വായനയിൽ നിന്നാണ്. എല്ലാം ദൈവം ക്രമീകരിക്കുന്നു മക്കളെ. മനുഷ്യൻ
എന്ത് പറയാനാണ്? അവക്കറിയാം, ഈ അപ്പൻ 70-ാം വയസ്സ് മുതൽ കൊച്ചിന് വേണ്ടി കാത്തിരുന്ന, ദൈവം ഇടപെട്ട് വാഗ്ദാനം ചെയ്ത ഒരപ്പന്റെ കഥയാണ് അബ്രഹാത്തിന്റെ കഥ. 70-ാം വയസ്സിൽ തുടങ്ങിയത്, 75-ാം വയസ്സിൽ വീണ്ടും വാഗ്ദാനം, 80-ാം വയസ്സിൽ വീണ്ടും വാഗ്ദാനം, 90-ാം വയസ്സിൽ വീണ്ടും വാഗ്ദാനം. മക്കളുണ്ടാവുന്നില്ല. അപ്പന്മാരുടെ ഒരു ഗതികേടാണ്. അപ്പന്മാരുടെ ഒരു ഗതികേടാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഐക്യത്തില്ല മക്കളെ. അപ്പന്മാര് ധൈര്യപ്പെട്ടു. ഈ ബൈബിളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതിനറിയോ? നമുക്ക് ജീവിക്കാൻ വേണ്ടിയാ, നമുക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാ, നമ്മൾ തളർന്നു വിലപ്പോകാതിരിക്കാൻ വേണ്ടിയാ, നമുക്ക് സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടിയാ ദൈവത്തിന്റെ വചനം. അല്ലാതെ കുടുംബ പ്രാർത്ഥനയും വായിച്ച് മടക്കി വെക്കാൻ വേണ്ടിയിട്ടല്ല വചനം. വചനമാപ്പമാ, വചനം ജീവനാ, വചനം കരുത്ത. അബ്രഹാത്തെ കുടുംബനാഥന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേര്, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തകർച്ച വരുമ്പോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മക്കളെത്താതെ വരുമ്പോ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ദുരന്തം വരുമ്പോ, അപ്പന്മാർക്കുള്ള സുവിശേഷമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. ഒരപ്പൻ നിൽക്കുകയാണ്. പഴയതെല്ലാം പെട്ടെന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് വചനം നിർത്തുമെന്ന് ആഗ്രഹിച്ചാൽ നിൽക്കുന്ന ഉടമ്പ് മുമ്പോട്ടൊന്നും പോകുന്നില്ല. ഈ സംഭവത്തിൽ വരും. 100 വയസ്സുള്ള അപ്പന് ഒരു കൊച്ചു ജനിച്ചാൽ എങ്ങനെ ഇരിക്കും? 100 വയസ്സുള്ള അപ്പനെ ഞാൻ കണ്ടിട്ടുണ്ട്. 58 വയസ്സുള്ള അപ്പന്, 50 വയസ്സുള്ള അമ്മയ്ക്ക് 2 കുഞ്ഞുങ്ങളെ കെട്ടിയപ്പോ വാവിട്ട് നിലവിളിക്കുന്ന ഒരു കാഴ്ച അതോട് ആളുകൾ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവസന്നിധി ഒരു കാരണവശാലും കൊച്ചുങ്ങളുണ്ടാവില്ല. പല ചികിത്സകളും നടത്തി അതപ്പം നിർത്തിവെച്ചിട്ട് അവസാനം ദൈവത്തിലേക്ക് തിരിച്ചപ്പോൾ ആ മനുഷ്യന് 58 വയസ്സ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ചേച്ചിക്ക് 52 വയസ്സ്. തമ്പുരാക്ക ഇരട്ട കുഞ്ഞുങ്ങളെ കൊടുത്തു. നമ്മുടെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്, നോക്കി നിങ്ങൾക്ക് കിട്ടും. ഈ അപ്പനും അമ്മയും കൂടെ നിന്ന് നിലവിളിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ, ഒരു കുഞ്ഞിനെ അപ്പന്റെ കയ്യിൽ. ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ആളില് കുഞ്ഞുങ്ങളെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? ദൈവമക്കളെ പ്രതീക്ഷിക്കാതെ, കാരണം വാഗ്ദാനമുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. പക്ഷേ അത് കയ്യിൽ കിട്ടിയെന്നറിയാത്ത ഒരു പാവം പൊലിച്ച മനുഷ്യൻ, പാവം വെള്ളത്തിലും പടം വരയ്ക്കുന്ന മനുഷ്യനാ ഒരപ്പൻ. വെള്ളത്തിൽ പടം വരയ്ക്കുക, വെള്ളത്തിൽ പടം വരയ്ക്കാതിലേക്ക് മക്കളെ. ഇതാണ് ഒരു അപ്പന്റെ ജീവിതം. വെള്ളത്തിൽ പടം വരയ്ക്കുന്ന മനുഷ്യനായിട്ട് അപ്പം തീരുക. പറഞ്ഞു സാറായെ പലതവണ ആശ്വസിപ്പിച്ചു. സാറ വിഷമിക്കണ്ട, മക്കളുണ്ടാകും. പിന്നെ ഇനിയായിരിക്കും മക്കളുണ്ടാകാൻ പോകുന്നത്. ആരോഗ്യമുള്ള കാലത്തുണ്ടായില്ല, ഇനി കൊച്ചുണ്ടായി. കൊച്ചുവിൽ കുഴപ്പം കൂടെ കാണും. ഈ 90-ാം വയസ്സിലേക്ക് മക്കൾ വേണ്ട. സാറായി വാശി പിടിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, തിരുവചനം അറിയാലോ. സാറ ചിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തെ കളിയാക്കി വിളിച്ചിരി, ദൈവത്തെ കളിയാക്കി വിളിച്ചിരി. പിന്നെ എനിക്ക് കൊച്ചുണ്ടാവാൻ പോവല്ലേ? ദൈവമക്കളെ, ദൈവ വഴിയിൽ നടക്കുന്ന ഒരു അപ്പന് കിട്ടുന്ന അഭിഷേകമാണ്. 127-ാം സങ്കീർത്തനത്തില് സങ്കീർത്തനം നമ്മളോട് പറഞ്ഞു വെക്കുന്ന കാര്യം അതല്ലേ? കർത്താവിന്റെ വഴിയിൽ നടക്കുന്നവൻ, കർത്താവിന്റെ വഴിയിൽ ഞാൻ ആ സങ്കീർത്തനത്തിലേക്ക് പോകുന്നില്ലെന്ന സമയമാണ്. 127-ാം സങ്കീർത്തനം ജസ്റ്റ് ഒന്ന് വായിച്ചു ലഭിച്ചത്. സങ്കീർത്തനം നിങ്ങൾ വീണ്ടും വായിക്കണം. ഇടയ്ക്കിടയ്ക്ക് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വായിക്കാനുള്ള സങ്കീർത്തനമാണ്. 128-ാം സങ്കീർത്തനം, 127-ഉം 128-ഉം കുടുംബ സങ്കീർത്തനങ്ങളാണ്. 128-ാം സങ്കീർത്തനം, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഒരപ്പനുള്ള, ഒരു ഭർത്താവിനുള്ള നിർവചനം എന്ത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ 128-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വചനം പറഞ്ഞു തരും. കർത്താവിനെ ഭയപ്പെടുകയും അവന്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ദൈവമക്കളെ, ഇങ്ങനെ നടന്ന ഒരു മനുഷ്യന്റെ പേര് അബ്രഹാം. കർത്താവിനെ ഭയപ്പെടുകയും കർത്താവിന്റെ വഴിയിൽ നടക്കുകയും ചെയ്തവരാണ്. നോക്കിക്കേ, ഏതാണ്ട് 10-30 കൊല്ലം ഈ നടപ്പ് നടന്നു. 10-30 കൊല്ലം നടന്നു. ആകാശത്തിൽ നക്ഷത്രത്തെ കാണുമ്പോൾ പറയും, അന്ന് ദൈവം പറഞ്ഞതാ അതുപോലെ എന്റെ മക്കളുണ്ടാകാൻ പോകുന്നത്. കടൽ തീരത്തെങ്ങാനും ചെന്നതെന്ന് കഴിഞ്ഞാൽ പറയും, ഇതുപോലെ എനിക്ക് മക്കളുണ്ടാകാൻ പോണേ. ഒറ്റ കുഞ്ഞിനെ കിട്ടട്ടെ, ഒറ്റ കുഞ്ഞിനെ കിട്ട. 100-ാം വയസ്സ്, 100-ാം വയസ്സിൽ കൊച്ചിനെ കിട്ടി. സാമ നിലത്ത് വെക്കുവോ? കൊച്ചിനെ നിലത്ത് വെക്കുവോ? നിലത്ത് വെക്കൂല. കൊച്ചു അമ്മയുടെ കയ്യിൽ അല്ല അപ്പന്റെ കയ്യിൽ, അമ്മയുടെ കയ്യിൽ അല്ല അപ്പന്റെ കയ്യിൽ. അങ്ങനെ കൊച്ചു വളർന്നു. പറയുന്ന ചരിത്രം എങ്ങനെയാണെന്ന് അറിയില്ല, കൃത്യമറിയില്ല. പല അഭിപ്രായങ്ങളുണ്ട്.
ഞാൻ അല്പം കൂടെ കടത്തിയൊരു അഭിപ്രായത്തിലേക്ക് വരികയാണ്. ബൈബിൾ പണ്ഡിതന്മാര് പറയുന്നുണ്ട് അന്ന് ഇസഹാക്കിന്റെ പ്രായം 30. ഇസഹാക്കിന്റെ പ്രായം 33. ഇസഹാക്കിന്റെ പ്രായം 33. ഈശോയുടെ പ്രായം മോന് 33 വയസ്സായാലെന്താ? ഒറ്റ കുഞ്ഞ്, ഓമന കുഞ്ഞ്, പൊന്നോമന കുഞ്ഞ്, അവന് പ്രായം വരത്തില്ലല്ലോ. മക്കള് എത്ര വളർന്നാലും അമ്മയ്ക്കോ അപ്പനോ മക്കൾക്ക് പ്രായം വന്നെന്ന് നോക്കുമോ? ഇല്ല. മോനെന്നെ വിളിക്കത്തുള്ളൂ, മോനെന്നെ വിളിക്കത്തുള്ളൂ. നമ്മുടെ അമ്മയുടെ പിതാവിന്റെ അപ്പച്ചന് 97 വയസ്സുണ്ട്. ഇപ്പോഴും വിളിക്കും മോനെ. വിജുവിനെ രൂപതാധ്യക്ഷനെ ഒരു വ്യക്തിയെ മോനെ എന്ന് വിളിക്കത്തുള്ളൂ. അതാ അപ്പച്ചൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ദേവസ്യ എന്ന പേരുള്ള ആ അപ്പന്റെ മാത്രം അധികാരമാണ്. അതൊരു പ്രിവിലേജാണ്. ആ മനുഷ്യൻ മാത്രം വിളിക്കും മോനെന്ന്. വേറെ ലോകത്തിൽ ഒറ്റ കുഞ്ഞു പിതാവിനെ വിളിക്കില്ല മോനെന്ന്. ഇസഹാക്കിന് 33 വയസ്സായിട്ടും അപ്പന്റെ അമ്മയുടെ വിചാരം കൊച്ചിന് 3 വയസ്സേ ഉള്ളൂ. ഇതാ ആ രാത്രിയില് ഉറങ്ങാൻ കിടക്കുന്ന അബ്രഹാമിന് ഒരു സ്വപ്നമുണ്ടാവുക. നിന്റെ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് നീ മോറിയ മലയിൽ വരണം. നീ അവിടെ നിന്റെ കുഞ്ഞിനെ ബലിയർപ്പിക്കണം. നോക്കിക്ക മക്കളെ, കൊച്ചിന്റെ കൈ നീളുന്നത് കാല് നീളുന്നത് നോക്കി, കൊച്ചിന്റെ വളർച്ച നോക്കിയിരിക്കുന്ന അപ്പനോട് ദൈവം തമ്പുരാൻ പറയാ, ഇന്ന് തീർക്കണം അവനെ. ഇന്ന് 3 ദിവസത്തെ യാത്രയാ. ഓർക്കണം മക്കളെ, നമ്മള് ഒക്കെ വെള്ളിയാഴ്ച എത്തുമ്പോ ഓർക്കണം 3 ദിവസത്തെ യാത്ര. ഈ ഇസഹാക്ക് നടക്കുന്നത് ഈശോ തമ്പുരാന്റെ കാൽപ്പാടുകളിലൂടെയാണ്. നമുക്ക് വചനത്തിൽ പിന്നീട് വരാം. യഹൂദന്മാര് പറഞ്ഞു അന്ന് ഇസഹാക്കിന് 33 വയസ്സായിരുന്നു. അപ്പന് മോനും കൂടെ ഇറങ്ങുക. അമ്മ ചോദിച്ചു കൊണ്ടുപോകണം എന്റെ കൊച്ചിനെ. എന്റെ കൊച്ചിനെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, കൊണ്ടുപോകണം കൊച്ചിനെ. അബ്രഹാം പറഞ്ഞു എടീ, നമുക്ക് കൊച്ചിനെ തന്ന ദൈവം പറഞ്ഞതാ, പോയില്ലെങ്കിൽ നന്ദികേടല്ലേ മോളെ. ഞാനിവനെ കൊണ്ട് പോകാതിരുന്ന അതൊരു നന്ദികേടാവത്തില്ലേ? നിനക്കറിയാമല്ലോ അന്നെനിക്ക് പ്രായം 100 നിന്റെ പ്രായം 90. തന്നതല്ലേ ദൈവം, ചോദിച്ചതല്ലേ. പോകാം, കർത്താവിനെ ബലിയർപ്പിക്കാനല്ലേ പറഞ്ഞുള്ളൂ. അബ്രഹാം സാറായോട് പറഞ്ഞില്ല കൊച്ചിനെയാണ് ബലിയർപ്പിക്കാൻ പോകുന്നത്. എങ്കിൽ സാറ ഒരു കാരണവശാലും ഈ പൊന്നുമോനെ പറഞ്ഞു വിടത്തില്ല. അബ്രഹാം പറഞ്ഞു അവിടെ പോയി ബലിയർപ്പിക്കണമെന്ന്. കാരണം അബ്രഹാത്തിന് അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അബ്രഹാത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. രാവിലെ ഇതിന് പള്ളി ചില അപ്പന്മാരങ്ങനെയല്ലേ, ചില അപ്പന്മാർക്ക് അങ്ങനത്തെ ഒരു രോഗമുണ്ട്. എനിക്കറിയില്ല, ഇവിടെ എസ്റ്റേറ്റിൽ ഈ ഒരു പള്ളി മാത്രമേ. ചിലപ്പോൾ കോട്ടയം പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം കൗൺസിലിംഗ് എന്നൊരു ചേച്ചിയോട് പറയായിരുന്നു, അല്ലാച്ചു ഈ മനുഷ്യനെ കൂടെ തോച്ചു. അതെന്താണാവോ തോച്ചത്? എന്താണെന്നറിയോ? വെളുപ്പാക്കാലത്ത് അപ്പന് ഭർത്താവിനെ കാണാനില്ല. അതെന്താണാവോ? ചെന്ന് നോക്കുമ്പോൾ കയ്യിൽ പിടിച്ച് ഈ മനുഷ്യൻ നിൽക്കുക. ഒരുപാട് പ്രായമുള്ള ഒരു മനുഷ്യന്റെ കാര്യമല്ല, ഒരുപാട് പ്രായമുള്ള ഒരു മനുഷ്യന്റെ കഥയല്ല ഞാനിപ്പം പറയുന്നത്. ഏതാണ്ട് 30-35 വയസ്സുള്ള കോട്ടയം ടൗണിലെ ഒരു വലിയൊരു ബിസിനസ്സുകാരന്റെ കഥയാണ് ഞാൻ പറയണേ. അവന്റെ ഭാര്യ എന്നോട് പറയുക, രക്ഷയില്ല ചോ, വെളുപ്പാക്കാലത്ത് പ്രാർത്ഥനയാണ്. വെളുപ്പാക്കാലത്ത് പ്രാർത്ഥന രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 4-5 പള്ളി കയറാതെ ഈ മനുഷ്യൻ തിരിച്ച് കിട്ടി വരില്ല. വന്ന് കാപ്പൂടി കഴിഞ്ഞ് നേരെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോകും. വൈകുന്നേരം 9:30 ആകുമ്പോൾ തിരിച്ചു വരും. ഭക്ഷണം കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥനയാച്ചോ. പ്രാർത്ഥന ഞാൻ ചോദിച്ചു, ഇങ്ങനത്തെ ഒരു അച്ഛനാകാൻ പോകാൻ പറ്റായിരുന്നു, എന്തിനാ എന്നെ കിട്ടിയത്? പരാതി ഞാൻ ചോദിച്ചു, എന്റെ വെച്ച് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരാതി. ഭർത്താവ് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഇല്ലച്ചോ, നല്ല മനുഷ്യനൊക്കെയാണ്, എന്നാലും വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നോക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. അപ്പന്മാരുടെ അസുഖമായത് ചില കാര്യങ്ങൾ എത്തേണ്ടടുത്ത് എത്തുന്നില്ല എന്ന് കാണുമ്പോ, ചേരേണ്ടടുത്ത് ചേരുന്നില്ല എന്ന് കാണുമ്പോ അറിയാതെ ചില വ്രതങ്ങൾ എടുക്കുന്ന അപ്പന്മാരുണ്ട്, ചില യാത്രകൾ നടത്തുന്ന അപ്പന്മാരുണ്ട്, ചില നോമ്പലുകൾ വരുമ്പോൾ ദേവാലയത്തിൽ വന്നിരിക്കുന്ന അപ്പന്മാരുണ്ട്. അങ്ങനത്തെ ഒരു അസുഖം അബ്രഹാമിന് ഉണ്ടായിരുന്നു. അങ്ങനെ അബ്രഹാം അങ്ങനെ ഒരു അസുഖത്തിനാന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ സാറാമ്മ ഇതാ കൊച്ചിനെ കൂട്ടി വിടുക. മോനോട് പറഞ്ഞു, അപ്പന്റെ പ്രായം നിനക്കറിയാവൂടാ, 133. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൻ തലചുറ്റിയൊക്കെ ഇടയ്ക്ക് വീഴുന്നുണ്ട് കേട്ടോ. അപ്പൻ തലചുറ്റിയൊക്കെ ഇടയ്ക്ക് വീഴുന്നുണ്ട്. അത് നോക്കിക്കോണം, അപ്പനെ നന്നായിട്ട് നോക്കിക്കോണം. നീ അപ്പന്റെ പുറകിലേ നടക്കാവുള്ളൂ. നിനക്കൊരു അസുഖമുണ്ട്, എന്തിനേലും കണ്ടാ ഉടനെ അതിന് പുറകെ പോവുക, അതിന്റെ അടുത്ത് പോയി വർത്താനം പറയാ. അങ്ങനത്തെ കുഴപ്പം നിനക്കുണ്ടല്ലോ, അങ്ങനത്തെ പോയെങ്കിൽ അപ്പന്റെ പുറകിൽ ഒരു നിഴൽ പോലെ വേണം. അപ്പൻ എന്ത് പറഞ്ഞാലും നീ കേട്ടോണം, അപ്പൻ എന്ത് പറഞ്ഞാലും നീ കേട്ടോണം. അപ്പനൊരു വിഷമം നീ ഉണ്ടാക്കല്ല. നീ ബലിയപ്പൻ മടങ്ങി വരുന്നവരെ ഞാൻ കാത്തിരുന്നോളാം.
ഇസഹാക്ക് കേട്ടു. അപ്പനെ കൂട്ടിക്കൊണ്ട് പോവുക. അപ്പന്റെ ഉള്ളിലെ തീയ. കാരണം ഈ കൊച്ചിനെ 3 ദിവസം കഴിയുമ്പോൾ നഷ്ടപ്പെടാൻ പോവുക. ദൈവം ചോദിച്ചേക്കുന്നത് തന്ന ദൈവം ചോദിച്ച തിരിച്ചു നിശ്ചയമായിട്ടും എടുക്കും. അവൻ പറഞ്ഞതൊക്കെ അവൻ നടപ്പാക്കിയിട്ടുള്ളവനാണ്. മക്കളെ യാത്ര ആരംഭിച്ചു. ഇസഹാക്ക് അപ്പന്റെ കാൽപാദങ്ങൾ നോക്കി നടക്കുക. അപ്പം വീഴാതെ നടക്കുന്ന ഒരു മോൻ, അപ്പനും മകനും യാത്ര അങ്ങെത്തി. ഞാൻ പോകുന്ന വഴിയിൽ ഇടയ്ക്കൊരു ചോദ്യമുണ്ട്. അപ്പാ ഇവനൊന്നും മിണ്ടാതിരിക്കണേ എന്ന് മാത്രം അപ്പന്റെ പ്രാർത്ഥന. കാരണം നല്ല ബുദ്ധിയുള്ള കൊച്ച ഇസഹാക്ക്, നല്ല ബുദ്ധിയുള്ളവൻ. അവൻ ചോദിക്കാൻ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അവൻ ചോദിക്കാവുന്ന ചോദ്യം. കാരണം അവന്റെ തോളിലിരിക്കുന്ന വിറക് കഷ്ടമാണ്. അവന്റെ തോളിൽ വിറക് കഷ്ടം ഇരിപ്പുണ്ട്. അവന്റെ കയ്യിൽ തീയുണ്ട്. അപ്പന്റെ കൈ മാളുണ്ട്. ബലിക്കുള്ള കുഞ്ഞാണിവിടെ. മക്കളെ കുറച്ചു വർഷങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നേ. ഒരു മകൻ തോളിൽ ഒരു മരക്കമ്പം എടുത്ത് ഉള്ളിൽ തീയുമായിട്ട് ഏതിയും വലിച്ച് നമ്മൾ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച 3 തവണ വീട് നടന്ന ഒരു പൊന്നോമന മകന്റെ കഥ ചേർത്ത് വെച്ച് വായിച്ചു. അവൻ ചോദിച്ചു, അപ്പാ കുഞ്ഞാടെവിടെ? അപ്പൻ തല നോക്കിയില്ല, അവനെ നോക്കിയില്ല. അപ്പൊ പതുക്കെ പറഞ്ഞു ദൈവം തരും. എന്താ കേട്ടില്ല? ദൈവം തരും. നേരെ പിടിച്ച് നടക്കുക. മലമുകളിലെത്തുക. 3-ാം ദിവസം നോക്കുമ്പോൾ ആ മല മോറിയാമല. ഓക്കനെ 3-ാം ദിവസം അവൻ കണ്ട മലയുടെ പേര് കാൽവരി മല. മോറിയാമലയിലെത്തി. വെളിക്കുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചപ്പോ ഇസഹാക്കിന്റെ കാര്യം പിടികിട്ടി. ഇസഹാക്ക് പറഞ്ഞു, അപ്പാ കാല് നന്നായിട്ട് കെട്ടിക്കോട്ടെ. ഇപ്പോഴായിരിക്കും മനസ്സിലായ ബലിക്കുഞ്ഞാട് ഞാനാണ്. നന്നായിട്ട് കാല് കെട്ടിക്കോട്ടെ. നല്ല ബലമുള്ള കയറോട് കെട്ടിക്കോട്ടെ. ഇല്ലെങ്കിൽ ഞാൻ പൊട്ടിച്ചുകൊണ്ട് ഓടിയെന്നിരിക്കും. എനിക്ക് മരിക്കാൻ ഇത്തിരി പേടിയുണ്ട്. എന്റെ കൈയൊന്ന് നന്നായിട്ട് കെട്ടിക്കോട്ടെ. ഇല്ലേ അപ്പനെ ഞാൻ തടഞ്ഞെന്ന് വരും. എന്റെ കൈയും കാലും നന്നായിട്ടൊന്ന് കെട്ടിക്കോട്ടെ. മക്കളെ, ഇതൊക്കെ വാക്കുകളാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്ന കത്തി പോലെ ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ മകനെ പറ്റത്ത് നിൽക്കുവാണെങ്കിൽ ഇതൊക്കെ പറയുന്ന അപ്പന്റെ ചങ്കിലേക്ക് അതേപോലെ അപ്പന്മാരെ ആരും മനസ്സിലാക്കിയിട്ടില്ല, ഇനി മനസ്സിലാക്കത്തുമില്ല. അപ്പന്മാരെ ആരും മനസ്സിലാക്കിയിട്ടില്ല, ഇനി മനസ്സിലാക്കത്തുമില്ല. ഈ അപ്പന്റെ നോക്കലോ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മകനെ നോക്കിയിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. നോക്കിക്കോ, കാരണം അവൻ ഈശോയുടെ മുഖമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ നോക്കിക്കോ, എനിക്ക് കുഴപ്പമില്ല. അവൻ നോക്കിക്കോ, കാരണം അമ്മ പറഞ്ഞു വിട്ടതാണ്. അപ്പനെ വിഷമിക്കല്ല, അപ്പം പറയുന്നതെല്ലാം കേൾക്കണം. നോക്കിക്കാൻ മക്കളെ, ആ മനുഷ്യൻ ചങ്കിൽ തീയും അവസാനം പ്രാന്തായപ്പന. അപ്പന് പ്രാന്തായി കത്തിയെടുത്ത മനുഷ്യനെന്ന് ചിന്തിക്കാവോ? ചങ്കിന്റെ ചങ്ക്, ജീവന്റെ ജീവൻ, ആത്മാവിന്റെ ആത്മാവ് കത്തിയിലെത്തി. ഇതാ അവന്റെ നെഞ്ചിലേക്ക് ഒരു ഭ്രാന്തമായ ആവേശപ്പെടുത്തി തീർക്കാൻ പോകുന്ന അപ്പൻ. മക്കളെ, മകന്റെ നെഞ്ചിലേക്കല്ല കത്തി പോകുന്നത്, അത് അപ്പന്റെ നെഞ്ചിലേക്കാ. ദൈവം അറിഞ്ഞു, ഈ കത്തി ഇസഹാക്കിന്റെ നെഞ്ചിലേക്കല്ല, അബ്രഹാമിന്റെ നെഞ്ചിലേക്കാണ് പോകുന്നത്. അറിഞ്ഞപ്പോ തമ്പുരാൻ പറഞ്ഞു, നിർത്ത്, അരുത്, എന്റെ കൊച്ചിന്റെ മേൽ കൈവെക്കരുത്. അത്രേ ഉള്ളൂ. തിരുവചനമെന്ന കുഞ്ഞിന്റെ മേൽ കൈ. ഏതായി കുഞ്ഞ്? അബ്രഹാമോ ഇസഹാക്കോ? നിങ്ങൾ തീരുമാനിച്ചു. കുഞ്ഞിന്റെ മേൽ കൈവെക്കരുത്. ആരായി കുഞ്ഞ്? അപ്പാ, നിന്നെ ഒരു നിമിഷം ദൈവം വിളിക്കുന്ന പേരാ എന്റെ പൊന്നോമന മകൻ. എന്റെ കുഞ്ഞിന്റെ മേൽ കൈവെക്കരുത്. കുഞ്ഞിന്റെ മേൽ കൈവെക്കരുത്. ഉടനെ മാലാഖ പ്രത്യക്ഷപ്പെടുന്നു. ദൈവമക്കളെ, ബാക്കി കഥ നിങ്ങൾ വായിച്ചെടുത്തുകൊള്ളുക. ജീവിതത്തിൽ മമ്പരത്തിലൂടെ കടന്നു ഒരപ്പന്റെ മഹത്വമായി വിടും. അപ്പൻ ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് നൊമ്പരങ്ങളും വേദനകളും ഒക്കെ അപ്പന്മാരുടെ ധ്യാനത്തിൽ ഈ അപ്പനെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ധ്യാനം പറ്റില്ലല്ലോ. ദൈവമക്കളെ, ഈ ദിവസം അപ്പന്മാരാകുന്നത് ഒരു ഭാഗ്യമാണ്. ഒരുപക്ഷെ സഭയിൽ പാപ്പാമാർ, നല്ല പാപ്പാമാർ ഒത്തിരി ഉണ്ടായിരുന്നു. ജോണി പ്രതിമ പാപ്പായൊക്കെ ഒത്തിരി അപ്പൻ പാപ്പയായിരുന്നു. ഫ്രാൻസിസ് പാപ്പ ഒരുപാട് അപ്പൻ പാപ്പായ. അവസാനം അത് പറഞ്ഞു വെക്കണം. ഈ ഫ്രാൻസിസ് പാപ്പ ചെയ്യുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം എന്താണോ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം എന്താണോ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക.
കുഞ്ഞുമക്കൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ മനസ്സിലാക്കുന്നതിന് ഞാൻ ദൈവത്തിന്റെ സ്വപ്നം ചെയ്യുക. ദൈവമക്കളെ, ഈ അപ്പന്റെ ഹൃദയത്തോടെ ഒന്നിറങ്ങി നടന്നവൻ ജീവിതം മാറും, ജീവിതത്തിൽ മാറ്റം വരും. അപ്പന്റെ ഹൃദയത്തോടെ ഇറങ്ങി തിരിച്ചു. പാക്രിസ്കോന്റെ എന്ന തിരുവെഴുത്തില് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്ന 7 കാര്യങ്ങൾ ഞാൻ പറയണമല്ലോ. 7 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. എ ബിലവഡ് ഫാദർ, സ്നേഹക്കട്ടയായ അപ്പൻ. അപ്പന്മാരും കേട്ടോണേ, അമ്മമാരും കേട്ടോണേ, സ്നേഹക്കട്ടയാണ് നീ. തേക്കട്ടയായ അപ്പൻ, തേക്കട്ടയായ അപ്പൻ. ഞാൻ നേരത്തെ ഒരു അപ്പന്റെ കഥ പറഞ്ഞില്ലേ, എപ്പോഴും പള്ളിയിൽ പോകുന്ന അപ്പൻ. അമ്മ പറഞ്ഞു, മക്കളൊക്കെ എനിക്കെതിരാച്ചു. മക്കള് പോലീസ് ചെയ്യാം, അല്ല അമ്മ പോലീസ് ചെയ്യാം. വീട്ടിൽ ഭയങ്കര ക്രമസമാധാനമാണ്. പാവം അപ്പന് ദേവസ്വപിതാവിന്റെ സ്വഭാവം പിടിച്ചത് മിണ്ടത്തില്ല. ദേവസ്വപിതാവിന്റെ രോഗത്തിന് വരെ മിണ്ടത്തില്ല, നോക്കി ചിരിക്കും. എന്തു പറഞ്ഞാലും നോക്കി ചിരിക്കും. ഈ രോഗമായിട്ട് ഈ മറ്റേ അപ്പന്, ഞാൻ 35 വയസ്സുകാരൻ ബിസിനസ്സുകാരൻ അപ്പന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ പറഞ്ഞു, ഈ മനുഷ്യൻ കൊള്ളാലോ, ഇയാൾക്ക് ദേവസ്വപിതാവിന്റെ രോഗമാണല്ലോ പിടിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ പുള്ളിക്കാരി ചിരിച്ചു. വേറെ കുഴപ്പമൊന്നുമില്ല, കള്ളൂടിയില്ല, തോന്നിയാസലോ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ, ഒരു കൂടുതൽ സ്പിരിച്വാലിറ്റി. ദൈവമക്കളെ, പാപ്പ പറയുന്നു അപ്പന്റെ ഒന്നാമത്തെ ഗുണം സ്നേഹം. സ്നേഹിക്കപ്പെട്ട് സ്നേഹമായി മാറിയ അപ്പൻ. പ്രിയപ്പെട്ട അപ്പന്മാരിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച്, ഞാൻ സ്നേഹമാണ്. തിരുത്തണം മക്കളെ. ഈ നോമ്പിന്റെ യാത്ര പരിശുദ്ധാത്മാവ് തന്റെ രക്ഷകത. നീ പട്ടിണിയിൽ കണക്ക് ദൈവം ചോദിക്കത്തില്ല. നീ നടത്തിയ കുരിശിന്റെ വഴിയുടെ കണക്ക് ദൈവം ചോദിക്കില്ല. നീ എടുത്ത കുരിശിന്റെ തൂക്കം കർത്താവ് ചോദിക്കില്ല. But he will ask you, do you love me? Did you love your children, your husband, your wife? കർത്താവ് ചോദിക്കാൻ പോവാ. സ്നേഹമായി, സ്നേഹം തന്നെയായ ഒരുപാട് കഥകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. സമയം സത്യം മുന്നോട്ട് പോയി എപ്പെട്ടതൊക്കെ നിർത്തിയത് സ്നേഹം തന്നെയായി. നോക്കിയ മക്കളെ, എവിടെയാ നിൽക്കുന്നത്? ആരാരുടെ കൊച്ചാണെന്ന് പറയാൻ പാടുണ്ടോ അറിയില്ല. യോസേപ്പിതാവിന്റെ കൊച്ചാണല്ല. എന്തിനാ ഈ മനുഷ്യനെ പാമ്പ് പിടിച്ചു കിടന്ന് ഓടുന്നത്? ദൈവം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കാനായിട്ട്. He loved him so much. യോസേപ്പിതാവിന് ദൈവത്തിന്റെ ഹൃദയമായിരുന്നു. യോസേപ്പിതാവിന് ദൈവത്തിന്റെ ഹൃദയമായിരുന്നു. ലൂക്കാ 15 പോകുന്നില്ല. ദൂതപുത്രന്റെ അപ്പന്റെ കഥയാണ് ഞാൻ ഓർത്തു വരുന്നത്. അങ്ങോട്ട് പോണില്ല. ഇങ്ങനത്തെ ഒരു അപ്പനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനൊരു അപ്പനെ നിങ്ങൾ എവിടെയെങ്കിലും നാണം കെടുത്തി? പള്ളിയിലെ വലിയ പ്രമാണിയായിട്ട് പോയ പോക്ക് കണ്ടില്ലേ? നാണം കെടുത്തി. അന്ന് വരെ താലിൽ പിടിച്ച് നടന്ന അപ്പ തലകുലിച്ച് നടക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൗൺസിലിങ്ങിന് വരുന്ന ഒരുപാട് അപ്പന്മാരുടെ കഥയോ ഒരു അപ്പന്റെ കഥയൊന്നുമല്ല. കുഞ്ഞുമക്കളിൽ നിന്ന് കേട്ടുകൊണ്ടിരിപ്പുണ്ട്. കുഞ്ഞുമക്കൾ കാരണം തലകുലിച്ചു പോയ കുറച്ചധികം മനുഷ്യർ, കുറച്ചധികം അപ്പന്മാര് മക്കളെ ഓർത്ത് തലകുലിച്ച് പിടിച്ച് തല മൂടിയിട്ട് നടക്കണ ചില അപ്പന്മാര്. ദൈവമക്കളെ, സ്നേഹമായവന് അതൊരു വിഷയമൊന്നുമല്ല. ഞാൻ ഓർക്കുക, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ പങ്കുവെച്ചൊരു സംഭവം. ഒരു മൂത്ത മോൻ, അവൻ തലതിരിഞ്ഞ ബിസിനസ്സായിരുന്നു, മുഴുവൻ നശിപ്പിച്ചു. ഒരു ദിവസം പിടിവിട്ട പാപ്പതി ഇറങ്ങടാമത്ത് അപ്പന്മാരുടെ ഭാഷയല്ലേ, കാരണം ചക്കി സ്നേഹമില്ലല്ലോ ഈ അപ്പന്. ഇറങ്ങടാമത്ത് ആരോടാ? മൂത്ത മോനോട്. ഈ അപ്പന്റെ അല്ലേ മോൻ? ഇറങ്ങടി. ആര്യ 2 പിള്ളേരോട് കെട്ടിയെടുത്ത് ഇറങ്ങുക. 2 സഞ്ചി എടുത്തോണ്ട് ഒരു പോക്ക്. എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ 5 വയസ്സ് കഴിഞ്ഞില്ല. കടം വാങ്ങിച്ച് അങ്ങേ അറ്റവെത്തി കുടുംബത്തിൽ താമസം. ഇറങ്ങടാമത്ത് ഇറങ്ങി വാശി പിടിച്ചു. ഭാര്യയെ 2 പിള്ളേരെയും എടുത്തുകൊണ്ട് 2 സഞ്ചി കൂട്ടി പിടിച്ച ഒരു പോക്ക് പോയി. സ്ഥലമൊന്നും പറയുന്നില്ല. ഇവിടെ നദീ ദൂരത്തൊന്നും അല്ലാത്തതുകൊണ്ട് സ്ഥലമൊന്നും പറയുന്നില്ല. ആ മനുഷ്യൻ അവിടെ എത്തി. ആർക്കും അദ്ദേഹത്തെ അറിയില്ല. എങ്ങനെയൊരു ചെറിയ വീടും സിനിമ കഥ അലച്ച പറയുന്നേ, നടന്ന സംഭവം പറയുന്നേ. ഈ മനുഷ്യനോട് പങ്കുവെച്ച സംഭവം ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഏതോ ഒരു ഗ്രാമത്തിൽ ഇവിടെ അടുത്തുള്ള ഈ പ്രദേശമൊക്കെയാണ്, ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലത്ത് ഈ മനുഷ്യൻ വന്നു. വലിയ ബിസിനസ്സൊക്കെ നടത്തിയിട്ട് തുടങ്ങി ചുമടെടുക്കാൻ തുടങ്ങി. ചുമട് അതല്ലേ കിട്ടുന്ന പണിയുള്ളൂ. ചന്തയിൽ വന്നു ചുമട്ടുകാർ ഒരു യുവാവ് വന്ന് വെറുതെ ഇരിക്കുക. ചുമടെടുക്കാൻ തുടങ്ങി. ചുമടെടുക്കും, ചുമടെടുക്കും എന്നും വെല്ലുവിളി ചുമന്നുകൊണ്ടിരുന്നവനാണ്. ഇന്ന് ചുമടെടുക്കാൻ തുടങ്ങി. കഴുത്തിന് നീര് വീണു, കഴുത്തിന് ഡിസ്ക് തന്നെ. ഹോസ്പിറ്റലിലായി. അനങ്ങാൻ വയ്യാതെ ഒരു ആശുപത്രിയിൽ, ഇവിടുത്തെ ഏതോ ഒരു ആശുപത്രിയിൽ, ഗ്രാമ പഞ്ചായത്ത് എന്താ പറയുന്നത്, ഒരു
ഡിസ്പെൻസറിയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടക്കുക. പനി അങ്ങോട്ട് കൂടിക്കഴിഞ്ഞ് ഇവരെ എടുത്തുകൊണ്ട് ആളുകൾ, ഭാര്യയും 2 കുഞ്ഞു പിള്ളേരും എടുത്തുകൊണ്ട് വന്നിരിക്കുക. ആശുപത്രിയിൽ കൊണ്ടുപോകും. ടൗണിലെ ആശുപത്രിയിൽ, ഇവരുടെ വീടിനടുത്തുള്ള ടൗണിലെ ആശുപത്രിയിൽ. അപ്പോഴറിഞ്ഞു, ഭാര്യ പറഞ്ഞു, അമ്മ പറഞ്ഞു, മോൻ ആശുപത്രിയിലുണ്ട് കേട്ടോ. മരുമോളെ മറ്റും വിളിച്ചു പോയി, മോൻ ആശുപത്രിയിലുണ്ട്. അവനെ ഏതാണ്ടൊക്കെ ചെയ്ത് അവന് പനി പിടിച്ച്, വല്ലാത്ത പനിയും പിടിച്ച് കിടപ്പുണ്ട്. കാര്യത്തിന് വന്ന തോന്നുന്നത് നമുക്കൊന്ന് പോകട്ടെ. പിന്നെ അവനെയൊക്കെ എന്തിനാ നോക്കുന്നത്? അവനെ നശിപ്പിച്ചവനാ. അവങ്ങൾ ഈ മനുഷ്യരോട് പറഞ്ഞ അടുത്ത ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണേ. അവനോട് പറയുക, അച്ഛാ, അന്ന് ഞാനിങ്ങനെ കിടക്കുമ്പോഴത്തേന് വന്നപ്പോഴേ നേഴ്സുമാർ പറഞ്ഞു, അപ്പം വന്ന് വെളിയിൽ നിൽപ്പുണ്ട്. ഇവനിങ്ങനെ പുതച്ചു മൂടി കിടക്കുക. നേഴ്സുമാർ പറഞ്ഞ് കയറി ചെന്നു. ഇവ പുതപ്പ് മൂടി കിടക്കുക. പേടിച്ചിട്ട് പുതപ്പ് മൂടി കിടക്കുക. അപ്പനെല്ലാം വെട്ടിക്കൊല്ലാപ്പലം വന്നതാണ്. കാരണം ഹൃദയമില്ലാത്തവനാണല്ലോ അപ്പൻ. മകനോട് കണക്ക് ചോദിക്കാൻ വന്നതാണോ? ഇവനങ്ങനെ പുതച്ചു മൂടി ശ്വാസം പിടിച്ച് കിടക്കുക. അവരിടയ്ക്കിടയ്ക്ക് ഇന്ന് അനങ്ങുന്ന ഞെട്ട് നോക്കിയുണ്ട്. അങ്ങനെ കിടക്കുമ്പോൾ ഇവനോട് പറഞ്ഞതാ, അച്ഛാ, എന്റെ തല മുതൽ കാലുവരെ ഈ കൈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. തല മുതൽ കാലുവരെ ഈ കൈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു, ഒരു നനവ് എൻ്റെ മുഖത്തും എൻ്റെ ദേഹത്തുമൊക്കെ ഒരു നനവ് വീഴുന്നു. പെട്ടെന്ന് മനസ്സിലായി. അപ്പം കരയുക. ഇവൻ എന്നോട് പറഞ്ഞു, പതുക്കെ ഇവൻ പറഞ്ഞു, അപ്പ മാപ്പ്, ചെയ്തതിനൊക്കെ മാപ്പ്. അപ്പം പറഞ്ഞു, മോനെ, നിന്നോട് ഞാനല്ലട മാപ്പ് ചോദിക്കട്ടെ, നിന്നെ ഞാനല്ലട ഇറക്കി വിട്ട്, നിന്നെ ഈ രോഗിയാക്കാൻ ഞാനല്ലേ. ഈ അപ്പനോട് നീ ക്ഷമിക്കുമാ, പോകാം. അവരെ പിടിച്ചിട്ടൊരു ആശുപത്രി കൊണ്ടുപോയി. അതോടെ അവരുടെ ജീവിതം നന്നാക്കി. മതം പറയാം, ദൈവമക്കളെ, അപ്പൻ കരയാനറിയാത്തവൻ, സ്നേഹിക്കാനറിയാത്തവൻ, കടുത്തന്റെ ഹൃദയമുള്ളവൻ, ദുഷ്ടനായവൻ, അപ്പൻ ഇവിടെ ഈ അപ്പനിരിക്കണേ. ദൈവമക്കളെ, ഈ വചനം ധ്യാനിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ പറയുന്നു, എ ബെനവലന്റ് ഫാദർ, എ ടെൻഡർ ആൻഡ് ലവിംഗ് ഫാദർ. ടെൻഡർ, അലിയും, നാവിലിട്ടാല് അലിയും. എ ടെൻഡർ, അത്രയ്ക്ക് അലിവുള്ളൊരപ്പൻ. യോസേപ്പിതാവിനെ പറ്റിയാണ് പറയുന്നത്. മിണ്ടാതിരിക്കുന്ന ഈ മനുഷ്യനെ കണ്ടില്ലേ? കെട്ടാൻ പോകുന്ന പെണ്ണ് പലതവണ പറഞ്ഞതുകൊണ്ട് ഞാനിത് ആവർത്തിച്ചൊന്നും പോകുന്നില്ല. ടെൻഡർ, വേണ്ട, അവളെ ഉപേക്ഷിച്ച കഷ്ടമല്ലേ? പള്ളി വന്ന കൊച്ച ഉപേക്ഷിച്ച കഷ്ടമല്ലേ? തെരുവിൽ കൊണ്ടൊരു കല്ലെറി. വേണ്ട, മനസ്സിൽ വല്ലാത്തൊരു തടസ്സം. എ ടെൻഡർ ലവിംഗ് ഫാദർ, സ്നേഹിക്കുന്നപ്പൻ, സ്നേഹം ഒഴുകുന്നപ്പൻ. ആൻ ഒബീഡിയന്റ് ഫാദർ, ഒബീഡിയന്റ്, അനുസരിക്കുന്ന വിധേയത്വമുള്ളവൻ. എന്തിനോടാണ്? ആബാപിതാവിനോട്, ദൈവത്തിന്റെ വചനത്തോട് ഒബീഡിയന്റ്. എൻ്റെ പ്രിയപ്പെട്ട അപ്പന്മാരെ, നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചിട്ടില്ലേ? കർത്താവിനെ ഭയപ്പെടുകയും അവന്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ ഒത്തിരി പോലെയും. താഴെ നിൽക്കുമ്പോൾ ജോസഫ് പറഞ്ഞിട്ടോ, എന്റെയോടെ കെട്ടിയോടെ വിളിച്ചിട്ട് പഠിക്കാതെ പോയിരിക്കാൻ. കെട്ടിയോടെ കാണാനില്ല. കെട്ടിയോ തപ്പി നടക്കുക. കെട്ടിയെന്ന് തോന്നുന്നു, വന്നിരിക്കുന്നു തോന്നുന്നു കേട്ടോ. കെട്ടിയോടെ കൂടെ ഇരിക്കുന്നത്. മക്കളെ വിട്ടുപോകല്ല. എ ടെൻഡർ ആൻഡ് ലവിംഗ് ഫാദർ, ആൻ ഒബീഡിയന്റ് ഫാദർ. മാലാഖ പറഞ്ഞു, ഇത് നിന്റെ കുഞ്ഞാണ്. ഈ കൊച്ചിന് പേരിടുന്ന ആരറിയോ? കൊച്ചിന് പേരിടുക എന്നുള്ള അപ്പന്റെ കടമയാണ്. ഈ കൊച്ചിനാരെ പേരിടാൻ നീയാണ്. ജോസഫ്, യു വിൽ നെയിം യുവർ സൺ ജീസസ്. അവനെ നീ ഈശോ എന്ന് പേരിടും. ആരാ പറഞ്ഞ? ഈശോയ്ക്ക് പേരിട്ടത് ആരാ? യോസേപ്പ് പിതാവ്. ഒരപ്പന്റെ അധികാരമായത് നോക്കിയ മകളെ. ഉൽപ്പത്തി പുസ്തകത്തില് ആദത്തിന്റെയും ഹവ്വായുടെയും മുമ്പിൽ സകലത്തിനെ നിരത്തിയിട്ട് ദൈവം തമ്മിൽ പേരിട്ടുള്ള പറഞ്ഞു, ഇതാ പുതിയ നിയമത്തിൽ ദൈവകുമാരനെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, പേരിട്ടു, ദൈവം രക്ഷിക്കുന്നു. ഈശോ മകളെ, ഒരു ക്രിസ്ത്യാനിയുടെ ഭാഗ്യം നിന്റെ ചങ്കിലിരിക്കുന്ന ദൈവത്തിന്റെ രക്ഷണം. ഏത് തകർച്ചയിലൂടെ, പ്രതിസന്ധിയിലൂടെ, ദുഃഖത്തിലൂടെ പോകുവായിക്കൊള്ളട്ടെ, നീ വിശ്വസിച്ചോയത് നിന്റെ ചങ്കിലിരിക്കുന്ന ദൈവത്തിന്റെ പേര് രക്ഷിക്കുന്ന ദൈവമെന്ന യാഹ്വേ സേവ്സ്. യഹോവ രക്ഷിക്കുന്നു. ആൻ ഒബീഡിയന്റ് ഫാദർ, അക്സെപ്റ്റിംഗ് ഫാദർ. ഈ അപ്പനെ നീ എന്താ സ്വീകരിക്കേണ്ടത്? ഈജിപ്തിലോട്ട് പോകാൻ പറഞ്ഞു, പോയി. അവിടെ ചെന്നൊരു വീട് വെച്ച് അയലൊക്കെ തന്നെ പറഞ്ഞില്ലേ, കുമാരയുടെ ആരംഭത്തിൽ പറഞ്ഞേ, വീട് പണിയുന്ന അപ്പനാണ് യോസേപ്പ് പിതാവ്. മരപ്പണിക്കാരനായിരുന്നു. അച്ഛന്റെ മോനായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. 4 സുവിശേഷങ്ങൾ ഒരുപോലെ പറയുന്നുണ്ട് കേട്ടോ. സൂക്ഷിച്ചു വായിച്ചോണം. യോസേപ്പ് പിതാവിനെ അറിയത്തില്ല, യോസേപ്പ് പിതാവ് കിട്ടിയിട്ടില്ല എന്നൊന്നും ആരും
ഭാഷ പോലും അവിടെ അറബിയല്ലേ ഈജിപ്തില്. ഭാഷ പോലും അറിയത്തില്ല, നാട്ടുകാരെ പരിചയമില്ല. വീടിന്റെ മുറ്റത്ത് ഒരു കസേര ഉണ്ടാക്കിയിട്ടു. നാട്ടുകാർക്ക് കസേര ഇഷ്ടപ്പെട്ടു. കസേര വാങ്ങിക്കാൻ വന്നപ്പോഴാണ് അകത്തിട്ടേക്കുന്ന മേശ കണ്ടത്. മേശ വാങ്ങിക്കാൻ തുടങ്ങി. ബിസിനസ് ക്ലച്ച് പിടിച്ചു. ഈജിപ്തിൽ ബിസിനസ് ക്ലച്ച് പിടിച്ചു എന്ന് കണ്ടപ്പോഴേ തമ്പുരാൻ കർത്താവ് എഴുന്നേറ്റു. അപ്പന്മാരുടെ ഗതികേട് ചില കാര്യങ്ങൾ ക്ലച്ച് പിടിച്ചു തുടങ്ങുമ്പോഴത്തേന് പതുക്കെ വിട്ടോളാൻ പറയുന്നത്. എഴുന്നേറ്റു. ജീവിതത്തിൽ കിട്ടിയതൊക്കെ സ്വീകരിച്ചവരുടെ പേരല്ലേ യോസേഫ്. ദൈവകുമാരനാ. എന്നാൽ രാജകൊട്ടാരത്തിലോട്ടല്ലേ കൊച്ചിയിലേക്ക് പോകേണ്ടത്, പശുക്കൂട്ടിലോട്ട്. ദൈവമക്കളെ, ഇങ്ങനത്തെ ഒരു അപ്പനുണ്ടോ? ഇത്രയും അനുസരിക്കുന്ന ഒരു അപ്പനുണ്ടോ? കിട്ടുന്നതൊക്കെ രണ്ട് കൈയും നേടി വാങ്ങിക്കുന്ന ഒരു അപ്പൻ. ജീവിതത്തിലെ ദുരന്തങ്ങൾ വരുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും നോക്കണം, അപ്പുറത്തെ കൈ ദൈവത്തിന്റെ കൈയാണ്. അപ്പുറത്തെ കൈ ദൈവത്തിന്റെ കൈയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൈ നേടി വാങ്ങിക്കാതിരിക്കുമോ? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ദുരന്തമില്ല. അപ്പുറത്തെ കൈ അത് ദൈവത്തിന്റെ കൈയാണെന്ന്, ഇത് വെച്ചു നീട്ടുന്ന കൈ ഇത് ദൈവത്തിന്റെ കൈയാണെന്ന് എനിക്ക് ബോധ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിപ്പോകുന്നത്, ഞാൻ ഭയപ്പെടുന്നത്, ഞാൻ ദുഃഖിക്കുന്നത്, ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്, ഞാൻ മദ്യപിക്കുന്നത്. ഈ അപ്പന്റെ പ്രത്യേകത അക്സെപ്റ്റിംഗ് ഫാദർ. എല്ലാ നാട്ടുകാരും പറഞ്ഞത് കേട്ടതാ. കൂട്ടുകാരന്മാർ പറഞ്ഞാ വേണ്ടടാ പെണ്ണ്, വേണ്ടടാ പെണ്ണ്, പഴച്ച പെണ്ണ വേണ്ട. പക്ഷേ ചെവിക്ക് കണ്ട ദൈവത്തിന്റെ സ്വരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ജോസഫ്, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കേണ്ടതില്ല, സഹിക്കേണ്ടതില്ല. കൂട്ടുകാരന്മാരെല്ലാം പറഞ്ഞു. യോസേഫിന്റെ വീട്ടുകാർ പറഞ്ഞു വേണ്ടോ പോലെ വേണ്ട, നിനക്ക് ഇതിൽ നല്ല പെണ്ണിനെ കിട്ടുവിടാ വേണ്ട. അക്സെപ്റ്റിംഗ് ഫാദർ. വിധി വൈപരീത്യങ്ങളെ കൈനീട്ടി ദൈവത്തിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നവൻ അവനപ്പൻ. എ ക്രിയേറ്റീവ്ലി കറേജിയസ് ഫാദർ. നോക്കിക്കെ, കൊച്ചിനുങ്ങളെ കൊല്ലുക, നാട്ടിലെ അമ്മച്ചുകളെ കൊല്ലുക, എടുത്തു തോന്നിക്കുന്നു. എഴുന്നേറ്റുമോളെ പോകാൻ നമുക്ക്. കൊച്ചിനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് വംശന്മാര്. ദൈവമക്കളെ, ഒരു ബലഹീനനായ യോസേഫ് പോലെ ക്രിയേറ്റീവ് കറേജിയസ് ഫാദർ. ഈ കൊച്ചിനെ സൂക്ഷിക്കണമെങ്കിൽ എന്റെ 2000-ലധികം കൊച്ചുകള് അന്നാ ദേശത്ത് മരിച്ചിട്ട് ഈ ഈശോയെ കുറിച്ച് മരിക്കാഞ്ഞ് എന്റെ ഈ യോസേഫിന്റെ കയ്യിൽ നിന്ന് കൊച്ചു വന്ന് സുരക്ഷിതനായത്. യോസേഫ് courageously, creatively courageous father. കരുത്തുണ്ടായിരുന്നു. എന്റെ മോനെ ആരും തൊടില്ല, ചന്തത്തോട് ചേർത്ത് വെച്ചു. മകത്തോട് പറഞ്ഞ് കൈക്ക് പിടിച്ചോളാൻ പറഞ്ഞു. ഒരു പോക്ക് ഇറങ്ങാൻ മേലാത്ത ദേശത്തുള്ളവര് അവര് വിചാരിച്ചു വെളിയിലിറങ്ങിയിട്ട് ഈ പട്ടാളക്കാര് കണ്ടാല് വഴി വെച്ച് കൊല്ലും, ഒന്നുമില്ല വീട്ടിലേക്ക് കൊച്ചിനെ കിട്ടുമല്ലോ. ധീരതയുള്ള അപ്പന്മാര് ധീരതയുള്ളവരാവുക. പ്രതിസന്ധി വരും, സങ്കടങ്ങൾ വരും, ദുരന്തങ്ങൾ വരും. ഇതല്ല അവസാനം. ഇതിനപ്പുറത്തേക്ക് ഈ കുടുംബത്തെ നയിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം. അപ്പൻ രാജാവ് അറിഞ്ഞുവല്ലേ? അപ്പൻ രാജാവ് ആദത്തെ സൃഷ്ടിച്ചിട്ട്, നിങ്ങൾ ബൈബിൾ പഠിച്ചു നോക്കിയോ, ആദത്തെ ഒരു രാജാവായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ഓരോ കുടുംബത്തിലും ഓരോ ഭർത്താക്കന്മാരും രാജകുമാരും. 45 വർഷത്തിന് വായിക്കാൻ നേരമില്ല, വായിച്ചു. ഭർത്താക്കന്മാരെ പറ്റി പറയുക, അല്ലയോ യുവാവേ, നീ തേജസ് അറിയിച്ചിരിക്കുന്നു, നീ കുതിര കുളപ്പടിയുടെ അങ്കപ്പടിയോടുകൂടി നീ കടന്നു വരുന്നു, നിന്റെ ആരെയും നീ വാള് സൂക്ഷിച്ചിരിക്കുന്നു. ദൈവമക്കളെ, കരുത്തുള്ള അഭിഷേകമുള്ള കൊച്ചു രാജാക്കന്മാർ, കുടുംബത്തിലെ അപ്പന്മാർ, ധീരതയോടെ നോക്കിയനപ്പൻ. എ വർക്കിംഗ് ഫാദർ. ഇരുന്നിട്ടില്ല ജീവിതം മുഴുവൻ. ഈശോയ്ക്ക് 18 വയസ്സോ 19 വയസ്സോ ഉള്ളപ്പോഴേ യോസേഫ് മരിച്ചു എന്നൊക്കെ പാരമ്പര്യം പറയുക. 18-19 വയസ്സ് പള്ളിയിൽ നിന്ന് കാട്ടിൽ തിരിച്ചു കിട്ടി, കൊണ്ടുവന്ന് മരപ്പണി പഠിപ്പിച്ചു. ഏതാനും വർഷങ്ങൾ കൊണ്ട് യോസേഫ് രോഗിയാവുക, യോസേഫ് മരിക്കുക. ദൈവമക്കളെ, he was hard working hard. കഠിനാധ്വാനം ചെയ്യണം അപ്പന്മാരെ, കഠിനാധ്വാനം ചെയ്യണം. നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? കുടുംബത്തിന് വേണ്ടി നിങ്ങൾ മരിച്ചു വീഴും. നിങ്ങളുടെ ഭാഗ്യം. നിങ്ങൾ സുഖമായിട്ട് നടക്കുന്നതല്ല. നാളെ അറിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും, എന്റെ അപ്പൻ അനുഭവിച്ച കഷ്ടപ്പാട് എന്റെ അമ്മേന് പറ്റും. പറഞ്ഞില്ലേ? ഇപ്പൊ അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ശവസംസ്കാരം കഴിയുമ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഇരുന്ന് ഒരു തുള്ളി കണ്ണീര് നിങ്ങളുടെ മക്കൾ വീട്ടും. അതും മതിയെന്നേ, അതും മതി. അതുണ്ടാകും. എന്നെങ്കിലും നിങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകില്ല. എ വർക്കിംഗ് ഫാദർ. ജീവിതം മുഴുവൻ ദൈവങ്ങളെ നമ്മൾ കഠിനാധ്വാനം, ആത്മീയമായിട്ടുള്ള അഭിമാനം യോസേഫിൽ ഉണ്ടായിരുന്നു.
പ്രിയ മാതാപിതാക്കളെ, പ്രിയ പിതാക്കന്മാരെ, നമുക്ക് യോസേഫ് പിതാവിനെ പറ്റിയുള്ള അടുത്ത ധ്യാനം മിണ്ടാപ്രാണിയായ യോസേഫ്. പക്ഷേ അറിയണം, ദൈവം തമ്പുരാൻ യേശു കർത്താവ് ഈ ലോകത്തിൽ ഒരാളെ മാത്രമേ അപ്പാന്ന് വിളിച്ചിട്ടുള്ളൂ. അത് യോസേഫിനെ നോക്കിയാണ്. ഈ വർഷം എവിടെയോ കഴിഞ്ഞ ദിവസം കണ്ട ആരോ പറഞ്ഞു കേട്ട, ഞാനിങ്ങനെ കണ്ട ഒരു സംഗതി ഞാൻ പറയാം. ഈശോ ചെന്നിട്ട് സ്വപ്നത്തിലാണ്. ഈശോ ചെന്നിട്ട് പറഞ്ഞു, ഞാന് ആ പപ്പ ഫ്രാൻസിസിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ വേണ്ടാന്നൊന്നും പറഞ്ഞേക്കില്ല. നിങ്ങൾ കണ്ടു കാണുമല്ലേ? പപ്പ ഫ്രാൻസിസിനോട്, നമ്മുടെ പാപ്പ ഫ്രാൻസിസിനോട് കാര്യം ഈശോ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു. എന്തുവാടാ? സ്നേഹമാണല്ലോ, ഭയങ്കര അടുപ്പമല്ലേ? പറഞ്ഞു, അപ്പ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നല്ല ഉണ്ടപ്പൻ എടുത്തിട്ടുണ്ടോ? ജീവിതത്തിൽ ഇതുവരെ നല്ലൊരു ഉടുപ്പപ്പൻ ഇട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ഇന്ന് വരെ അപ്പന്റെ കൈത്തിൽ ആരെങ്കിലും മാല ഇട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ഇന്ന് വരെ അപ്പനെ എല്ലാവരും വിളിച്ച് കുറച്ച് പേരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പ ഞാൻ ആ പപ്പ ഫ്രാൻസിസിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ 2021 അത് നിന്റെ വർഷമാണ്. അത് നിന്റെ നമുക്ക് കലക്കണം അപ്പ. ഈ വർഷം നമുക്ക് അടിച്ചു പൊളിക്കണം. പ്രിയ പിതാക്കന്മാരെ, ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി നിങ്ങളിൽ പ്രസരിക്കുന്ന, നിങ്ങൾ അപ്പന്മാരായി മാറുന്ന, ദൈവചൈതന്യം നിറയുന്ന പിതാവായ ദൈവത്തിന്റെ അപ്പൻ ഭാവം, അപ്പൻ മനസ്സ് നിറഞ്ഞവരായി തീരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അവസാനത്തെ ഒരു കൊച്ചു ചിന്ത കൂടി. ഈശോയുടെ ജീവിതത്തിന്റെ കരുത്ത് ഈ അപ്പനായിരുന്നു. രാത്രിയുടെ യാത്രങ്ങളിൽ മലമുകളിൽ പോയിട്ട് അവൻ വിളിക്കുമായിരുന്നേ, അപ്പ അപ്പ അപ്പ. ഈ അപ്പൻ വിളിയിൽ ജീവിച്ചവനായിരുന്നു, അപ്പൻ വിളിയിൽ ജീവിച്ചവനായിരുന്നു ഈശോ. അതുകൊണ്ട് തന്നെ അപ്പനെ മറക്കാനാവില്ല. പ്രിയപ്പന്മാരെ, നിങ്ങളുടെ മക്കളുടെ പ്രചോദനമായിട്ട് നിങ്ങൾ മാറണം. എനിക്കറിയാം, ഈ അച്ഛനെ ലോകമൊന്നുമല്ലുള്ളവരല്ലേ എന്നല്ലേ ചിലർ ചിന്തിക്കുക. ചിലർ നോക്കിയതും ചിന്തിക്കുന്നുണ്ട്. അതും പരിശുദ്ധാത്മാവിനോട് വന്നു. ചില ചേച്ചിമാരും ചോദിച്ചു, ഈ അച്ഛനെ ഈ വീട്ടിൽ നിന്നും ജനിച്ചൊന്നുമല്ലേ? എൻ്റെ അമ്മ കടം കുടിക്കുമായിരുന്നു. ഇച്ചിരി ചെറിയ കുടിച്ച വീട്ടിൽ കയറ്റത്തില്ല. പണ്ട് അങ്ങനെ പറയാൻ പാടില്ല. വല്യപ്പനുണ്ടായിരുന്നു. എൻ്റെ അമ്മ വെച്ച കാലത്ത് ഞാൻ സിനിമയിലൊക്കെ ചേരുമ്പോൾ എൻ്റെ വല്യപ്പനുണ്ട്. ആൾ കുടിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പനുണ്ടല്ലോ ചില, അയ്യോ അപ്പം മരിച്ചു പോയത് പറയാൻ പാടില്ല. ഒരു ദിവസം ഞാൻ കണ്ട പരിപാടിക്ക് പോയി ചെന്ന് വേണ്ടി എന്ന് വിളിച്ചു വന്നു. പിടിച്ചു വല്യപ്പൻ. എന്തുവാടാന്ന് ചോദിച്ചു. 7 മക്കളുടെ അപ്പനോടാണ്. എന്തുവാടാന്ന് ചോദിച്ചു. വല്യപ്പനൊക്കെ രാജാവിനെ പോലെ ഞങ്ങളുടെ വീട്ടിലല്ല. എന്തുവാടാന്ന് ചോദിച്ചു. ഇല്ല ചായ. എന്നാ ഇല്ല? നീ എന്നാ ഇല്ലട്ടാ വന്നേ? വെളിയിൽ. ഇന്ന് വെളിയിൽ ഞാനിന്ന് ഓർക്കുന്ന ദിവസം. അപ്പം വെളിയിൽ തുടങ്ങി. വെളിയിൽ തുടങ്ങി കള്ളു കുടിക്കുന്ന അപ്പൻ വീടിന് പുറത്ത്. തോന്നിയാസം നടക്കുന്ന അപ്പൻ വീടിന് പുറത്ത്. വീടിനകത്ത് വരുന്ന അപ്പന്മാരാവാൻ, മക്കളുടെ ഹൃദയത്തിൽ ഇടപെടപ്പന്മാരാകാൻ, ഭാര്യ നീറ്റലോട് ഓർമ്മിക്കുന്ന ഭർത്താക്കന്മാരാകാൻ, അപ്പന്മാരാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോസേഫിനാവിന്റെ വർഷത്തെ മകളെ യോസേഫിനെ കുറച്ചുകൂടെ സ്നേഹിച്ച് ഞാൻ നിങ്ങളോട് ഞാനിപ്പോ യോസേഫിനാവിനെ ചെല്ലുമ്പോൾ ഈ വർഷം കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവിന്റെ ഹൃദയം തരണേ, എനിക്കൊരു അപ്പന്റെ ഹൃദയം തരാമോ യോസേഫിനാവേ? ഞാൻ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. നിങ്ങളും പ്രാർത്ഥിച്ചോ. അതും മതി മക്കളെ. ഒരപ്പൻ സ്നേഹിക്കുന്ന പോലെ, ദൈവം സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വേണ്ടതല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരും. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ നല്ല വർഷത്തിന്റെ യോസേഫിനാവിന്റെ തിരുനാളിന്റെ എല്ലാവിധ മക്കളും നിങ്ങൾക്ക് ഒരു സ്നേഹപുരസ്കാരം നേരുന്നു. യോസേഫിനാവിന് നിങ്ങളുടെ വീട്ടിൽ വരട്ടെ. യോസേഫിനാവിന് നിങ്ങളുടെ വീട്ടിൽ വരട്ടെ. യോസേഫിനാവിന് നിങ്ങൾക്കൊരു അഭിഷേകം തരട്ടെ. ദൈവപിതാവ് സ്വർഗ്ഗത്തിൽ നിന്ന് തന്റെ പ്രത്യേകപരം നിങ്ങൾക്ക് ഒരു വീട്ടിൽ നൽകട്ടെ. കുഞ്ഞുമക്കള് ഉടുപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക. അറിയാമോ, അച്ഛനാകാൻ പോകുന്നവർക്ക് ഈ ഉടുപ്പ് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണല്ലോ തീരുമാനം. അച്ഛനാകാൻ പോകുന്നുണ്ടോ? അതൊന്നും പറഞ്ഞില്ലേ യോസേഫ്? അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ പറയാനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഉടുപ്പ് വിശുദ്ധമാണ്. അൾത്താരയിലെ ശുശ്രൂഷ മാലാഖമാരുടെ ശുശ്രൂഷയാണ്. എത്ര ആൺകുട്ടികളുണ്ട് ഇവിടെ, എത്ര പെൺകുട്ടികളുണ്ട് ഇവിടെ. ദൈവം നിങ്ങളെ 7 പേരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഡീക്കന്മാരായിട്ട് 7 പേരെ തിരഞ്ഞെടുത്ത് നമുക്ക് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മക്കളെ, നിങ്ങളെ ദൈവത്തെ വിശുദ്ധമായിട്ട് ജീവിക്കുക. നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാവുക. ഈ ആൾത്താരയിൽ ഇനി തിരി കത്തിക്കേണ്ട. ഈ ആൾത്താരയിൽ തിരി നിങ്ങളായിരിക്കണം. ഈ ആലയത്തിൽ ആരും പ്രാർത്ഥിക്കേണ്ട. ഈ ദേവാലയത്തിലെ പ്രാർത്ഥന നിങ്ങളായി മാറും. നല്ല കുഞ്ഞുങ്ങളായിട്ട്, ദൈവ കുഞ്ഞുങ്ങളായിട്ട്, വിശുദ്ധ കുഞ്ഞുങ്ങളായിട്ട് തീരാൻ അൾത്താരപാലന്മാരാകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒപ്പം ഭാര്യ ഭർത്താക്കന്മാരിങ്ങനെ നിരന്നിരിക്കുന്നത് കാണുന്നു. എൻ്റെ ആശംസിച്ചുള്ള മക്കളെ യോസേഫിനാവും മാതാവ്
കർത്താവ് സ്നേഹിച്ചവർ അങ്ങനെ ജീവിച്ചു. ഈ ഒരു വർഷത്തെ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇതാണ്. ഞാൻ സംസാരിക്കുന്നത് യോസേപ്പിതാവ് വർത്താനം പറയുന്നവരായിരിക്കും. ഇനി ഞാൻ സംസാരിക്കുന്നത് മാതാവ് വർത്താനം പറയുന്നവരായിരിക്കും. കോവിഡ് വന്നത് എന്ത് നന്നായെന്ന് ഞാൻ വിചാരിക്കുക. കാരണം നിങ്ങളുടെ ചുണ്ടുകളെല്ലാം പോയത്, നിങ്ങൾ ചിരിക്കുവാണ് ചെയ്തത്, സമ്മതിക്കുവാണ്. ഞാൻ മുഖം മൂടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ വിശ്വസിക്കുന്നു, ശ്രമിക്കാൻ വെച്ചാൽ ശ്രമിക്കാൻ കർത്താവേ എന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളാവണം. മക്കളെ, സ്വർഗം എന്തിനാ തല്ലിക്കെടുത്തുന്നേ? സ്വർഗം എന്തിനാ തല്ലിക്കെടുത്തുന്നത്? സമ്പത്തുള്ള, ആരോഗ്യമുള്ള, എല്ലാം നിറഞ്ഞ ഇടമല്ല സ്വർഗം. സ്വർഗം സ്നേഹം നിറഞ്ഞ ഇടമാണ്. സ്വർഗം ദൈവമുള്ള ഇടമാണ്. അങ്ങനെ ആയിത്തീരാൻ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായമേകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായമേകണേ.